വീരഭദ്രനെന്നാൽ രുദ്രം രൗദ്രാവതാരം ഉതവഹനയനം ഊർധ്വകം ക്രൂരദമുഷ്ട്രം. കംപ്ലീറ്റ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രരക്ഷകനാണ് വീരഭദ്രനാണ്. 6 അടി ഹൈറ്റ് ഉണ്ട്. ഒരേ ചന്ദന വൃക്ഷ, റെഡ് സാൻഡലിൻ്റെ വൃക്ഷ, ഒരേ വൃക്ഷത്തിൻ്റെ ഒരേ വിഗ്രഹം. അത് പീസ് 600 വർഷ പണ്ടേ അത് ഋഷിപ്രോക്ത, എന്നാൽ മനുഷ്യ പ്രതിഷ്ഠ ചെയ്തതല്ല. അത് ശിലാമയ അമ്പലായി വീരഭദ്ര ക്ഷേത്രം. ശാന്തത്തിനെ കൊണ്ടുവരാൻ ആഞ്ജനേയയ്ക്ക് മാത്രമേ പറ്റൂ. അതിന് ആഞ്ജനേയനുണ്ട്, പക്കത്തിൽ വെങ്കടരമണ സ്വാമി ഉണ്ട്, പുറത്ത് ചൗഡി യക്ഷി, പിന്നെ ബ്രഹ്മലിംഗേശ്വരനുണ്ട്. നമ്മൾ ഈ മുൻ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു സ്വയം ഭൂവിഗ്രഹത്തിൽ നിന്ന് ശങ്കരാചാര്യർ പ്രതിഷ്ഠ നടത്തിയതിനെ പറ്റി. ഇന്ന് കാണുന്ന ഈ ഒരു ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു ക്ഷേത്ര സമുച്ചയം അത് ഏത് കാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടത്? ഈ ക്ഷേത്രം ಕೆಳದಿ ഇക്കേരി നഗര എന്നിട്ടുള്ള 3 രാജാവിൻ്റെ സംസ്ഥാന ഒക്കൂട്ടത്തിലുള്ള പ്രദേശമാണ്. ಹೊನ್ನೇಕಂಬಳಿ ಅರಸರು എന്നിട്ട് പറയുന്ന രാജാവും അവർ സാമന്തരാജർ ഈ പ്രദേശം ആಳ್ವಿಕೆ ചെയ്തുകൊണ്ടുള്ള പ്രദേശമാണിത്. പണ്ടേ ഒരു 1000 വർഷത്തിൻ്റെ മുന്നേ, ശങ്കരാചാര്യരുടെ കാലഘട്ടമാണ്, 1200 വർഷത്തിൻ്റെ മുന്നേ ಹೊನ್ನೇಕಂಬಳಿ അരസർ എന്നാൽ രാജാറും ഇവിടെ ഇപ്പോൾ ഉള്ള ഗർഭഗുടി ശിലാമയ അമ്പല ചെയ്തതെന്നിട്ടുള്ള ഐതിഹ്യമുണ്ട്. പിന്നെ ഇപ്പോൾ മുകളിൽ കാണുന്ന ശിഖരം, അത് സ്വർണ്ണ ശിഖരം, അത് ഒരു 600 വർഷ പണ്ടേ ಹೊನ್ನೇಕಂಬಳಿ അരസർ എന്നാൽ ಕೆಳದಿ അരസർ ചെയ്തു കൊടുത്തത്, രാജാവ് ചെയ്തു കൊടുത്തതെന്നിട്ട് റെക്കോർഡുണ്ട്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, തുലാഭാര മണ്ഡപം, പുരാണ മണ്ഡപം, പിന്നെ ഉള്ളിലുള്ള ദശഭുജ ഗണപതി, പിന്നെ ഗണഹോമ ചെയ്യുന്ന സ്ഥലം, ആദിശങ്കര ആചാര്യ ശങ്കരപീഠം. ആ പ്രാസാദം ഒരു 600 വർഷ പണ്ടേ ശിവപ്പ നായക്കാനിട്ടുള്ള ಕೆಳದಿ അരസർ രാജന് ചെയ്തു കൊടുത്തത്. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഒരു 1800 ഇസ്വിയിൽ നമ്മളെ മുത്തച്ഛൻ്റെ അച്ഛന് ഈ ക്ഷേത്രത്തിൻ്റെ മുക്തേശ്വർ എന്നാൽ പ്രസിഡൻ്റായിരുന്നു. 24 തലമുറ ഈ അമ്പലം നമ്മൾ സ്വന്തം കുടുംബക്ഷേത്രമായിരുന്നു. ഇപ്പോൾ 6 തലമുറയായി ഗവൺമെൻറ്റായിട്ട്. ഇപ്പോൾ ആ സുബ്രായടികളെന്ന് പറയുന്ന നമ്മൾ മുത്തച്ഛൻ്റെ അച്ഛൻ അവരുടെ കാലത്തിൽ ഈ ആഫീസ് ഭാഗ ചണ്ഡികാ ഹോമത്തിൻ്റെ ഹാള് അതെല്ലാം നവീകരണം ചെയ്തതാണ്. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് കാലഘട്ടമായിട്ട് ഈ ക്ഷേത്ര ശിലയിൽ നിർമ്മാണമായി. ഇനി ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടുണ്ട്. 1933 നമ്മൾ മുത്തച്ഛൻ്റെ അച്ഛന് സുബ്രായടികൾ ഗവൺമെൻറ്റിന് ഈ ദേവാലയത്തിൻ്റെ അധികാരം വിട്ടുകൊടുത്തു. ഇപ്പോൾ മേൽശാന്തി, പിന്നെ തന്ത്രിയെ ഇവിടെ മേൽശാന്തിയാണ്, പിന്നെ ശാന്തിക്കാരുണ്ട്. ഇവിടെ ത്രികാല പൂജ പ്രധാന, പിന്നെ പ്രദോഷ പൂജ എന്നിട്ട് വൈകുന്നേരത്തെ പൂജ സെപ്പറേറ്റ് ഉണ്ട്. ആ പ്രദോഷ അർച്ചകർ വേറെ ഉണ്ട്, ശാന്തി വേറെ ഉണ്ട്. ഇങ്ങനെ 4 നേര പൂജയാണ് ഇവിടെ. ഇങ്ങനെ രാജാവിൻ്റെ ഒരു ആಳ್ವಿക കാലത്തിൽ ശിലാമയമായിട്ടുള്ള അമ്പലങ്ങൾ ആയി ഈ ക്ഷേത്രത്തിൽ. ഈ അടികൾക്ക് നിങ്ങളുടെ ഫാമിലി ആണല്ലോ ഇവിടുത്തെ പൂജകൾ മൊത്തം ചെയ്യുന്നത്, കുടുംബാംഗങ്ങളാണ്. നിങ്ങളിലേക്ക് ഇത് എങ്ങനെയാണ് കുടുംബക്ഷേത്രമായി മാറുന്നത്? അത് ക്രിസ്തശക 1140 ഈ ಕೆಳದಿ സംസ്ഥാനിൻ്റെ രാജാവ് നമുക്ക് ഇത് അമ്പല ರೇಖೆ ಎಳೆದು ಶಿಲಾಶಾಸನ ತಾಮ್ರಶಾಸನ ಎಳೆದಿಟ್ಟು നമുക്ക് ഇത് കൊടുത്തു, അമ്പലം കൊടുത്തു. 1140 എന്നാൽ 1200 ഇസ്വി അറൗണ്ട്. ആ സമയത്തിൽ നമുക്ക് ക്ഷേത്രവും പിന്നെ ക്ഷേത്രത്തിൻ്റെ സ്ഥലങ്ങൾ കൊടുത്തു. പിന്നെ താമ്രശാസന എഴുത് രേഖ എഴുത് കൊടുത്തതാണ്. അങ്ങനെ 24 തലമുറ നമ്മളാണ് ഇവിടെ പ്രസിഡൻറ്റും പിന്നെ മേൽശാന്തി തന്ത്രിയായിട്ട് നമ്മളെ കുടുംബം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുടുംബത്തിന് പല കാലഘട്ടത്തിൽ അഡാപ്റ്റ് ചെയ്ത ഫാമിലി ഉണ്ട്, അവർ നമ്മളെ കുടുംബക്കാർ. പിന്നെ നമുക്ക് പൊലയല്ല വരുമ്പോൾ ഒരു സെപ്പറേറ്റും ശാന്തി വേണോ എന്നിട്ട് ദാനം കൊടുത്ത ഫാമിലി ഉണ്ട്. വൈകുന്നേരത്തെ പൂജ നമ്മൾ ഗിഫ്റ്റായിട്ട് ദാനം എഴുതി കൊടുത്തത് ഇപ്പോൾ ചെയ്യുന്ന പ്രദോഷ അർച്ചകರಿಗೆ. അങ്ങനെ രാവിലെ ഒരു ശാന്തി,
വൈകുന്നേര ഉച്ചയ്ക്ക് ഒരു ശാന്തി, വൈകുന്നേര പ്രദോഷ അർച്ചക, പിന്നെ രാത്രി ശാന്തി വരും. അതിൽ തന്ത്രിക്ക് ഒരു നേരം പൂജയുണ്ട്. പിന്നെ വിശേഷ നവരാത്രി തന്ത്രസ്ഥാന എല്ലാം നമ്മൾ ഫാമിലിക്ക് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് നിത്യപൂജയുണ്ട്. 3 കുടുംബത്തിനായിട്ടാണ് 4 കുടുംബത്തിനായിട്ടാണ്? കുടുംബ അല്ല, കുടുംബ ഉള്ളത് 2 കുടുംബ. നമ്മളത് പട്ടേൽ ഫാമിലി എന്നിട്ട് നമുക്ക് ഉള്ള പിന്നെ ഒരു ഫാമിലി നമ്മൾ അഡാപ്റ്റ് ചെയ്ത് 8 തലമുറ മുന്നേ നമ്മൾ കുടുംബ കൂട്ടിയ ഒരു ഫാമിലി ഉണ്ട്. നമ്മൾ ഫാമിലി ആയി അവർക്ക് ഒരു നേരം പൂജയുണ്ട്. പിന്നെ വൈകുന്നേരത്തെ പൂജ നമ്മൾ ദാനം കൊടുത്ത അന്യഗോത്രാണ്. നമുക്ക് പോലെ പിന്നെ വാലയമ എല്ലാം വരുമ്പോൾ അവർ എല്ലാ പൂജകളും ചെയ്യണം, ഇല്ലെങ്കിൽ അവർ പ്രദോഷ പൂജ മാത്രം ചെയ്യണം. അങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, അവർ സെപ്പറേറ്റ് ഫാമിലി. ബാക്കി നമ്മളെല്ലാം ഒരേ ഫാമിലി. അതിൽ തന്ത്ര ഉള്ളത് പട്ടേൽ ഫാമിലിക്ക് മാത്രം. പ്രദോഷ പൂജയ്ക്ക് പുറത്തെഴുന്നള്ളിപ്പ് നടത്തുന്നത് മറ്റേ ഫാമിലിയാണ്, പുറത്തിന് വരുന്നതല്ല. അവരിപ്പോൾ 3-4 തലമുറയായിട്ട് ഇവിടെ ഉണ്ട്. അല്ല, പ്രദോഷ പൂജയ്ക്ക് ദേവി പുറത്തെഴുന്നള്ളി സ്വർണ്ണരഥത്തിൽ? ഇല്ല, അത് രാത്രി ശിവേലി. പ്രദോഷ പൂജയ്ക്ക് അമ്മ പുറത്തു വരില്ല. ശിവേലി ഉള്ളത് രാവിലെ, ഉച്ച, രാത്രി മാത്രം. പ്രദോഷ പൂജ എന്നാൽ വൈകുന്നേരം 6 മണിന് 7:30 മണി വരെ ചെയ്യുന്ന പൂജയാണ്. അത് നിത്യപ്രദോഷമാണ്. ചില ഭാഗത്തിൽ ഇപ്പോൾ പക്ഷപ്രദോഷ മാത്രമുണ്ട്. ഒരു 15 ഡേയ്സിൽ ഒരു പ്രാവശ്യം വരും പ്രദോഷാനിട്ട്, അത് മാത്രം. ഇവിടെ നിത്യപ്രദോഷ പൂജ, പ്രദോഷ മംഗളാരത്തി എന്നിട്ട് ദീപാരാധന എന്നിട്ട് വൈകുന്നേരം, പിന്നെ തുർത്ത് ദീപാരാധന എന്നിട്ടുണ്ട്. അത് പ്രദോഷ പൂജയിൽ വരുന്നത്. ഈ 3 സമയത്ത് 3 ദേവീ സങ്കല്പമാണോ അതോ 3 പേര് ഒറ്റ സങ്കല്പത്തിലാണോ ആരാധന ചെയ്യുന്നത്? ഇല്ല, ത്രിഗുണാസ മഹാലക്ഷ്മി 3 ഭാവത്തിലുള്ള മൂകാംബിക്കയാണ്. കാളി, ലക്ഷ്മി, സരസ്വതി സെപ്പറേറ്റ് അല്ല, ഒന്നെയാണ്, ഒന്നിച്ചാണ് മൂകാംബിക്കയാണ്. അത് നമ്മൾ ആ പ്രത്യേക സങ്കല്പം ചെയ്യാൻ പാടില്ല. രാവിലെയും മൂകാംബിക്ക, വൈകുന്നേരം മൂകാംബിക്ക, ഉച്ചയ്ക്കും മൂകാംബിക്ക, രാത്രിക്കും മൂകാംബിക്കയാണ്. ഉള്ളിൽ സങ്കല്പം അങ്ങനെ. കാളി, ലക്ഷ്മി, സരസ്വതി എന്നിട്ട് അത് തെറ്റിദ്ധാരണയാണ്. അമ്മയെ ത്രിഗുണാത്മിക ആയിട്ടുള്ള സങ്കല്പത്തിൽ അമ്മയെ ഉണ്ട്. നമ്മളത് സെപ്പറേറ്റ് ചെയ്യുന്ന സങ്കല്പം അത് തെറ്റാണ്. ദേവിക്ക് സാരി, പട്ടുചേല വഴിപാട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർ സാരി കൊണ്ടുവന്ന് വഴിപാട് ചെയ്യും. അത് പുറത്ത് നമുക്ക് വാങ്ങാനും കിട്ടും. എന്തിനു വേണ്ടിയിട്ടാണ് സാരി വഴിപാട്? ഇല്ല, അത് ഈ ഷോഡശോപചാര പൂജയിലേ ഉണ്ട്. വസ്ത്രയുഗ്മം സമർപ്പയാമി എന്നിട്ട് അത് അമ്മയ്ക്ക് വസ്ത്ര സമർപ്പണ ചെയ്യുന്നതാണ്. വാസാനിട്ട് ആ അമ്മയ്ക്ക് ആ സാരി വസ്ത്ര സമർപ്പണ ചെയ്ത് ഈ ചില സ്ത്രീ ദോഷങ്ങൾ, ശാപങ്ങൾ, അത് ആ ദുരിതങ്ങൾ നിവൃത്തി, കല്യാണ ദോഷ നിവൃത്തിക്ക് അങ്ങനെ അങ്ങനത്തെ സങ്കല്പം എടുത്തിട്ട് അമ്മയ്ക്ക് പട്ട് സാരി സമർപ്പണ ചെയ്യും. അതിൻ്റെ കൂടെ വള, പിന്നെ താളി, മഞ്ഞ, കുങ്കുമ, അങ്ങനത്തെ സുമംഗല വസ്തുക്കൾ സമർപ്പണ ചെയ്ത് അമ്മയ്ക്ക് ചാർത്തി ആ അമ്മയെ സ്വരൂപം നോക്കിയിട്ട് പ്രസാദം എടുത്താൽ അത് നിവൃത്തിയാകുവാനായിട്ടുള്ള ഭാവത്തിൽ സമർപ്പണ ചെയ്യും. മൂകാംബികയിൽ വന്നാൽ ഭഗവതിയെ തൊഴുന്നതിന് മുമ്പ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് കാവലായി വീരഭദ്രസ്വാമി അവിടെ തടസ്സങ്ങൾ മാറ്റാൻ മുട്ടവെക്കുന്ന ചടങ്ങുകൾ. ആരാണ് ഈ വീരഭദ്രസ്വാമി? വീരഭദ്രൻ എന്നാൽ രുദ്രം രൗദ്രാവതാരം ഹുതവഹനയനം ഊർധ്വഗം ക്രൂരദംഷ്ട്രം വ്യോമാഗ്നിം ഭീമരൂപം കിണികിണിലവസ ജ്വാലമാലാവൃതാംഗം ഭൂതപ്രേതാദിനാഥം കഥനകലയുതം ഖഡ്ഗപാത്രേ വഹന്തം വന്ദേ ലോകൈകവീരം ത്രിഭുവന വിജയം ശ്യാമലം വീരഭദ്രം എന്നിട്ട് ഇത് വീരഭദ്രൻ്റെ ധ്യാനമാണ്. രുദ്രം രൗദ്രാവതാരമാണ്. രൗദ്ര രൂപവേ വീരഭദ്രനാണ്. എന്നാൽ ഈ ദക്ഷ പ്രജാപതിയ അഹങ്കാരം നീങ്ങാൻ പ്രത്യക്ഷപ്പെട്ടവർ രുദ്രന അംശ എന്നാൽ ശിവന അംശവേ വീരഭദ്രനാണ്. അവനെ ദക്ഷ പ്രജാപതിയെ സംഹാരം ചെയ്ത് പിന്നെ ആടിൻ്റെ പശുവിൻ്റെ മുഖം വെച്ച് അവന് അഹങ്കാരം നിവൃത്തി ചെയ്ത ഒരു ഭാവമാണ്. ആ വീരഭദ്രന് സർവബാധകൾ നിവൃത്തി ചെയ്യുന്ന ഒരു ശക്തിയാണ്. പിന്നെ ഈ ക്ഷേത്രപാല എന്നിട്ട് പറയുന്ന ശക്തി. ഈ കംപ്ലീറ്റ് ക്ഷേത്രരക്ഷകനാണ് വീരഭദ്രനാണ്. ആ വീരഭദ്രന് ക്ഷേത്രത്തിലുള്ള വീരഭദ്രൻ്റെ വിഗ്രഹം രക്തചന്ദന ഉഡിൻ്റെ വിഗ്രഹമാണ്.
ആ വിഗ്രഹം എവിടെയോ കാണാൻ പറ്റില്ല. നമ്മൾ 6 അടി ഹൈറ്റ് ഉണ്ട്. ഒരേ ചന്ദന വൃക്ഷ, റെഡ് സാൻഡലിൻ്റെ ഒരേ വൃക്ഷത്തിൻ്റെ ഒരേ വിഗ്രഹം. അത് പീസ് ഫിറ്റ് ചെയ്തതല്ല. അത് 600 വർഷം പണ്ടേ അത് ഋഷിപ്രോക്ത, എന്നാൽ മനുഷ്യ പ്രതിഷ്ഠ ചെയ്തതല്ല. അതിനെ നമ്മളിപ്പോൾ 4 വർഷം മുന്നേ അത് നവീകരണം ചെയ്തു, എന്നാൽ പുനഃപ്രതിഷ്ഠ ചെയ്തു. ശിലാമയ അമ്പലായി വീരഭദ്ര ക്ഷേത്രം. ആ സമയത്തിൽ ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം നമ്മൾ വിസർജന ചെയ്തില്ല. അത് നമുക്കാവില്ല. അത് മനുഷ്യരല്ല പ്രതിഷ്ഠ ചെയ്തത്, ഋഷികളാണ്. അതിനെ ആ അമ്പൽ മാത്രം നമ്മൾ റിനോവേഷൻ ചെയ്ത് പ്രതിഷ്ഠ ചെയ്തതാണ്. അങ്ങനെ അത്ര രൗദ്രസ്വരൂപിയായിട്ടുള്ള ആ മുഖത്തിലുള്ള ആ തേജസ് വേറെ ഏത് ക്ഷേത്രത്തിലുള്ള വീരഭദ്രസ്വാമിയ മുഖത്തിൽ കാണാൻ പറ്റില്ല. അത്ര ഒരു രൗദ്ര സ്വരൂപ. പിന്നെ വളരെ രക്ഷകനാണ്, ശാന്തസ്വരൂപിയുമാണ്. എന്തിനെന്നാൽ വീരഭദ്ര ഗായത്രിയിൽ വരും, വീരഭദ്രായ വിദ്മഹേ മഹാനനായ ധീമഹേ തന്ന ശാന്ത പ്രചോദയാത് ಅಂತ. എന്നാൽ ഈ എല്ലാ കഷ്ടങ്ങളെ ബാധകളെ ശാന്തി ചെയ്യുന്ന സ്വരൂപമാണ്, രക്ഷകനാണ്. അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വീരഭദ്ര ക്ഷേത്രപാലനാണ്. ക്ഷേത്രപാലനായിട്ട് ചുത്തമ്പലಗಳಲ್ಲಿ പ്രധാന ചുത്തമ്പൽ വീരഭദ്ര ക്ഷേത്രമാണ്. ബാക്കി സുബ്രഹ്മണ്യ, പിന്നെ സരസ്വതി മണ്ഡപമുണ്ട്, പിന്നെ പാർത്ഥേശ്വരമുണ്ട്, പ്രാണലിംഗേശ്വരമുണ്ട്, ചന്ദ്രമൗളീശ്വര, പഞ്ചമുഖ മഹാഗണപതി, നഞ്ചുണ്ടേശ്വര, പിന്നെ ആഞ്ജനേയ സ്വാമിയുണ്ട്. വീരഭദ്രസ്വാമിയെ എതിരായിട്ട് ആഞ്ജനേയ സ്വാമിയുണ്ട്. വീരഭദ്രന ശാന്തത്തിനെ കൊണ്ടുവരാൻ ആഞ്ജനേയക്ക് മാത്രമേ പറ്റൂ. അതിന് ആഞ്ജനേയനുണ്ട്. പക്കത്തിൽ വെങ്കടരമണ സ്വാമിയുണ്ട്. പുറത്ത് ചൗഡി യക്ഷി, പിന്നെ ബ്രഹ്മലിംഗേശ്വരനുണ്ട്. പക്കത്തിൽ നാഗരകാവുണ്ട്. പിന്നെ വീരഭദ്രസ്വാമിയെ പക്കത്തിൽ റൈറ്റ് സൈഡിൽ ബൃന്ദാവന ഗോപാലകൃഷ്ണ ഉണ്ട്. പിന്നെ ഇതെല്ലാം അമ്പലത്തിൻ്റെ ചുത്തമ്പലങ്ങളാണ്. ഈ സരസ്വതി മണ്ഡപത്തിൻ്റെ പ്രത്യേകത നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിലൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും എഴുത്തിനിരിക്കുന്നത് നവരാത്രി ദിവസത്തിൻ്റെ അവസാനമാണ്, വിജയദശമിക്ക്. പക്ഷെ ഇവിടെ എല്ലാ ദിവസവും നമുക്ക് വിദ്യാരംഭം കുറിക്കാൻ പറ്റും. അതിൻ്റെ പിന്നിലുള്ള ദിവസം അതെ, ഇവിടെ സരസ്വതി ഭാവത്തിലെയോ മൂകാംബിക ഉള്ളത് കൊണ്ട് പിന്നെ ആസ്ഥാന മണ്ഡപ എന്ന് പറയുന്ന മണ്ഡപമാണ്. അത് അമ്മ ഉത്സവത്തിൽ വന്ന് അവിടെ സിംഹാസനത്തിൽ ഇരിഞ്ഞിട്ട് അവിടെ ചെറിയ നിവേദ്യം പിന്നെ അഷ്ടാവധാനം ചെയ്യുന്ന സേവ ചെയ്യുന്ന ഒരു മണ്ഡപം. അത് അവിടെ സരസ്വതി 3 ഭാവത്തിലുള്ള ദേവിയെ സരസ്വതിയായിട്ട് അവിടെ കാണുന്നത്. പിന്നെ അവിടെ ആദ്യാക്ഷര എഴുത് നിത്യവും കൊടുക്കുന്ന വിശിഷ്ട ചടങ്ങ് ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ എഴുതി കൊടുക്കുന്നവർ സരസ്വതി എന്നിട്ടുള്ള സങ്കല്പം. അച്ഛനോ അമ്മയോ 6 അക്ഷര എഴുതി കൊടുക്കുമോ അവർ സരസ്വതി എന്നിട്ടുള്ള സങ്കല്പം ആ മണ്ഡപത്തിൽ എറിഞ്ഞ് ചെയ്താൽ സരസ്വതി മണ്ഡപം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് അത് ആസ്ഥാന മണ്ഡപം, അമ്മയ ആസ്ഥാന മണ്ഡപമാണ്. അമ്മയെ പുറത്ത് വന്ന സമയത്തിൽ ഇറിഞ്ഞ് ഉള്ളിൽ പോകുന്ന ഒരു മണ്ഡപം. അത് അവിടെ സരസ്വതി ഭാവം. പിന്നെ ഈ നവരാത്രിയിൽ അമ്മ വിജയദശമിക്ക് ഉത്സവം പുറത്തു പോകുന്നത് അവിടെ തുടങ്ങുന്നത് കൊണ്ട് അത് സരസ്വതി മണ്ഡപമായിട്ട് പ്രഖ്യാതിയാണ്.